അപ്പോൾ ഞാൻ CRDയോട് പറഞ്ഞു, സർ ഇതിനായിട്ട് ഏങ്കർ ഒബ്സർവേഷൻ പോസ്റ്റിൽ ഞാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എങ്ങനെ പോവുക, ഒരു കമാൻഡിങ് ഓഫീസർ, നീ അവിടെ പോയത് എൻ്റെ റെജിമെൻറ്റിനെ ആര് കമാൻഡ് ചെയ്യും, അതൊന്ന്. രണ്ടാമത് ഇൻഫൻട്രി ബ്രിഗേഡിൻ്റെ കമാൻഡറുടെ കൂടെ വേണം. മിനിറ്റ് ടു മിനിറ്റ് ടാക്ടിക്കൽ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അഡ്വൈസ് കൊടുക്കണം, ആർട്ടിലറി എങ്ങനെയാണ് എംപ്ലോയ് ചെയ്യേണ്ടത്, എവിടെയാണ് എംപ്ലോയ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിന് പറഞ്ഞേക്കാനായിട്ട് ഞാൻ സമ്മതം തരില്ല എന്ന് പറഞ്ഞു. 79 ബ്രിഗേഡ് അദ്ദേഹത്തിൻ്റെയാണ് ആക്ച്വൽ അറ്റാക്ക് പ്ലാൻ. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുബു നിനക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല, നീ എൻ്റെ കൂടെ ഇവിടെ വേണം. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാനവിടെ പോയാൽ പറ്റില്ല, എനിക്ക് ദേഷ്യം പിടിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നിന്നെ അവിടെ പിടിച്ച് കെട്ടിടും, ലിറ്ററലി ഞാൻ കെട്ടിടും, നീ എൻ്റെ അടുത്ത് വേണം. അപ്പോൾ ഇവരോട് എങ്ങനെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തോട് എങ്ങനെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചെറിയ റിസ്ക് എടുക്കാം. അങ്ങനെ അപ്പോൾ എനിക്കിതിൽ പോകേണ്ട യാതൊരു ആവശ്യമില്ല, എനിക്ക് ഇയാളുടെ കൂടെ ഇരുന്നാൽ മതി, സേഫായിട്ട് ബങ്കറിൽ വൈജത്ത്. അങ്ങനെ ഞാൻ GOCയോട് പറഞ്ഞു. അപ്പോൾ GOC ഞാനും തമ്മിൽ നല്ലൊരു ഈക്വേഷൻ ഉണ്ടല്ലോ. ഞാൻ GOCയുടെ അടുത്ത് പോയി. GOCയോട് പോയിട്ട് ഞാൻ പറഞ്ഞു, സർ ഈ പ്ലാൻ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ കേണൽ സുബ്രഹ്മണ്യൻ ടോപ്പിൽ വേണം, ഞാനവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്. അപ്പോൾ വേറൊരു കാര്യം ഉണ്ടായി വാജത്ത്, ഈ 17 ജാട്ട് എന്ന് പറയുന്ന ഒരു ഇൻഫൻട്രി ബറ്റാലിയൻ ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. ഈ 17 ജാട്ടിലെ അപ്പോൾ ഇവരും ഞങ്ങളും ഷാർശാലിയിൽ ഒരുമിച്ച് കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻ നടത്തിയതാണ്. അപ്പോൾ അവർ ആ ബറ്റാലിയനായിട്ട് നമ്മുടെ വളരെ അടുത്ത ബന്ധമാണ്, എല്ലാ ഓഫീസേഴ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഇവരുടെ സുബേദാർ മേജർ വന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ജവാന്മാരെ സാർ ഒന്ന് അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ആർട്ടിലറിയിലെ COs ഒന്നും ഇൻഫൻട്രി ബറ്റാലിയനെ പോയിട്ട് അങ്ങനെ അഡ്രസ്സൊന്നും ചെയ്യാറില്ല. കാരണം ഇൻഫൻട്രി ബറ്റാലിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേറെ ഫോഴ്സ്. അപ്പോൾ അവിടെ നിന്ന് പോവുക, എന്നിട്ട് അവരായിട്ട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, സർ ബച്ചോങ്ക ജാൻ ആപ്കെ ഹാത്ത് മേ എന്ന്. അതായത് ജവാന്മാരുടെ ജീവിതം സാബിൻ്റെ കയ്യിലാണ്, സാബിൻ്റെ സപ്പോർട്ടില്ലാതെ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അറിയായിരുന്നു. അങ്ങനെ ഞാൻ പോയി. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നോക്ക് ആക്രി ശ്വാസ് തക് എന്ന് വെച്ചാൽ അവസാന ശ്വാസം വരെ, ആക്രി ദം തക്, നമ്മൾ ഹിന്ദിയിലൊരു ഫ്രേസാണ്, കൂടെ ഉണ്ടാവും, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാനുണ്ടാവും കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞിട്ട്, അപ്പോൾ GOCയോട് പറഞ്ഞപ്പോൾ GOCയും സമ്മതിക്കുന്നില്ല പോകാനായിട്ട്. അപ്പോൾ GOC പറഞ്ഞു, സുബു നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ പ്ലാൻ ആകെ ഗുലുമാലാവും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ ഞാനിങ്ങനെ ഈ സുബേദാർ മേജർക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാം, ഇനി സാറിൻ്റെ ഇഷ്ടം. അപ്പോൾ GOCക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ GOC പറഞ്ഞു, ഞാൻ ഇൻഫൻട്രി ബ്രിഗേഡ് കമാൻഡറോടോ ആർട്ടി ബ്രിഗേഡ് കമാൻഡറോടും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് അപ്പോൾ എനിക്കറിയാം ഞാൻ എന്തായാലും പോകുന്നുള്ളത്, എനിക്ക് പോകണം. അപ്പോൾ അവിടെ ഒരു പന്ത്രാസ് റിഡ്ജ് എന്ന് പറഞ്ഞൊരു റിഡ്ജുണ്ട്. ആ റിഡ്ജിൻ്റെ മീതെ ഞാനൊരു ഓപ്പറേഷൻ പൊസിഷൻ, ആങ്കർ പൊസിഷൻ തയ്യാറാക്കാനായിട്ട് എൻ്റെ ടീമിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ 2 പൊസിഷൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറേ ക്ലൈംബ് ചെയ്യണം, 6 മണിക്കൂർ ക്ലൈംബ് ചെയ്തിട്ട് വേണം അവിടെ എത്താനായിട്ട്. അങ്ങനെ 4-ാം തീയതി രാവിലെ ഒരു 6 മണി മുതൽ ഞാൻ ക്ലൈംബ് ചെയ്യാൻ തുടങ്ങി. ഇനിയാണ് അറ്റാക്കിൻ്റെ ഇത് വരുന്നത്.